ഹലോ. ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു കാര്യം കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ വേറൊരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഭാഗമായിട്ട് പറയാൻ പറ്റത്തില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് പരിചയക്കാർക്ക് നമ്മളെ കൂടെ വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ നമ്മൾ ചില സമയങ്ങളിലെ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് അവരോടുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണലിസത്തിന്റെ പേരിലായിരിക്കാം, ഒരു നമ്മളെ ട്രീറ്റ് ചെയ്ത രീതിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന സമയത്ത് ഗിഫ്റ്റുകളൊക്കെ മേടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരുപക്ഷെ ആ കാണുന്ന രീതി ആയിരിക്കില്ല ഒരുപക്ഷെ അവർ നമ്മളെ കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവർ റെസ്പെക്ട് ചെയ്യുന്ന രീതിയൊക്കെ കുറെയൊക്കെ വ്യത്യാസം ഉണ്ടാവാതിരിക്കാം. പക്ഷെ എന്നായാലും ഒരു സാഡ് സിറ്റുവേഷൻ ആണ് ആക്ച്വലി. റീസെന്റ് ആയിട്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടി മേടിച്ചൊരു ഗിഫ്റ്റ് ആണ്, പക്ഷെ അക്സെപ്റ്റ് ചെയ്തിട്ടത് അതൊരു സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് ഒക്കെ സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഇതെന്റെ ഐഡിയ പോലും ആയിരുന്നില്ല, ഞാൻ അതിന്റെ ഒരു പാർട്ടായത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു കാർഡൊക്കെ ഞങ്ങൾ മേടിച്ചിരുന്നു. കാർഡൊക്കെ മേടിച്ചാണ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ ഇനി അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു മാസത്തിൽ മേലെ ആയിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ച് മേടിക്കുകയൊക്കെ ചെയ്തിട്ട് കുറെ മണിയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ മേടിച്ചത്, എല്ലാവരുടെയും കൂടെ ഒരു സഹകരണത്തിൽ. പക്ഷെ അതൊരു സാഡ് സിറ്റുവേഷനിലേക്ക് പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലൈക്ക് മേ ബി ദേ ഡോണ്ട് വാല്യൂ അസ് ഓർ ലൈക്ക് അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ആക്ച്വലി. സോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു ആക്ച്വലി. ബട്ട് എന്തോ വേണ്ട അവർക്ക്. അപ്പം നമ്മളങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം എനിക്കും എന്റെ റൂമിൽ സ്പേസ് ഒന്നും ഇല്ല. അപ്പം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്തായാലും. അപ്പൊ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പം വെൽക്കം ടു ഡബ്ലിൻ ബല്ലു വേൾഡ്. ദിസ് ഇസ് ജസ്റ്റ് ലോയിസ്. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എനിവേ ഇത് ഓപ്പൺ ചെയ്യാം. സോ ഞാനും ഫ്രണ്ടൊക്കെ ഒന്നിച്ചാണ് മേടിച്ചത്. അപ്പം അവിടെ വാദത്തോടു കൂടിയാണ് മീൻസ് അവരിനോട് പറഞ്ഞു നോക്കി വെക്കേണ്ട കാര്യമില്ല, നമുക്കത് യൂസ് ചെയ്യാം. ഞാൻ എടുക്കുവാണ്. ഞാൻ അതിനായിട്ട് ആ ഗിഫ്റ്റ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഒരിക്കലും നമ്മൾ എന്താ പറയാ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നത് തന്നെ ഒരു നല്ല കാര്യമല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പൈസ ചെലവാക്കുകയും ചെയ്യരുത്. എനിക്ക് അബദ്ധം പറ്റിയതാണ്, എന്റെ ഐഡിയ ആയിരുന്നില്ല ആക്ച്വലി. പക്ഷെ ഒരു ഐഡിയ പറഞ്ഞപ്പം ഞാൻ എന്റെ കൂടെ എന്താ പറയാ സഹകരിച്ചു എന്നാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഗിഫ്റ്റാണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു. പക്ഷെ എനിവേ അപ്പൊ ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിന്നർ സെറ്റ് ആയിരുന്നു ആക്ച്വലി ഞങ്ങള് സെലക്ട് ചെയ്തത്. സാധനം സെലക്ട് ചെയ്തത് ഞാനാണ്. ഇത് അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ, നമുക്ക് കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ചുമണ്ടുവരാൻ തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ഞാൻ ആക്ച്വലി. പക്ഷെ നമ്മുടെ ആ ഒരു പ്രയത്നമൊന്നും എന്തായാലും നടന്നില്ല. സോ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം, കാരണം നിങ്ങൾ ലിങ്കാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാനിത് എടുക്കാൻ പോകണം. അടുത്ത വർഷം ഇപ്പൊ പുതുവർഷത്തിൽ ഞാൻ എന്റെ പുതിയ വീട് എടുക്കും. ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് ഉപകാരപ്പെടൂല്ലോ. വേണ്ടാത്തവർക്ക് വേണ്ട, അത് എന്തിലാട്ടെ പോട്ടെ. അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഒരു ഇത് ഉള്ളത്. അങ്ങനെ 3 എണ്ണമാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളങ്ങനെ വേണ്ടാത്തവർക്ക് വേണ്ടി നമ്മൾ പൈസ മാറരുത്. കാരണം വെച്ചാൽ നമുക്കത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. നമുക്ക് മേടിക്കും എന്നുള്ള അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തെടുക്കും എന്നുള്ള ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചെലവാക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. ഇത് ആക്ച്വലി കുറെ പ്ലേറ്റ്സുകൾ, വലിയ സൈസ് ഡിന്നർ സെറ്റ് ആണല്ലോ. അപ്പൊ പ്ലേറ്റുകളാണ്. അപ്പൊ ഇങ്ങനെ വലിയ പ്ലേറ്റ്സ് ആണ്, വൈറ്റ് കളറാണ് ആക്ച്വലി. അതിന്റെ ഒരു 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനുള്ളിൽ എടുക്കുന്നില്ല, വലുതല്ലേ, അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മൊത്തം പ്ലേറ്റ്സ് ആണ്. നമുക്ക് അടുത്ത് എന്താണെന്ന് കൂടെ നോക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിന്നർ സെറ്റ് ആയിരുന്നു ആക്ച്വലി ഞങ്ങള് സെലക്ട് ചെയ്തത്. സാധനം സെലക്ട് ചെയ്തത് ഞാനാണ്. ഇത് അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ, നമുക്ക് കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ചുമണ്ടുവരാൻ തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ഞാൻ ആക്ച്വലി. പക്ഷെ നമ്മുടെ ആ ഒരു പ്രയത്നമൊന്നും എന്തായാലും നടന്നില്ല. സോ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം, കാരണം നിങ്ങൾ ലിങ്കാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാനിത് എടുക്കാൻ പോകണം. അടുത്ത വർഷം ഇപ്പൊ പുതുവർഷത്തിൽ ഞാൻ എന്റെ പുതിയ വീട് എടുക്കും. ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് ഉപകാരപ്പെടൂല്ലോ. വേണ്ടാത്തവർക്ക് വേണ്ട, അത് എന്തിലാട്ടെ പോട്ടെ. അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഒരു ഇത് ഉള്ളത്. അങ്ങനെ 3 എണ്ണമാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ.
നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളങ്ങനെ വേണ്ടാത്തവർക്ക് വേണ്ടി നമ്മൾ പൈസ മാറരുത്. കാരണം വെച്ചാൽ നമുക്കത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. നമുക്ക് മേടിക്കും എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്ത് എടുക്കും എന്നുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. ഇത് ആക്ച്വലി കുറെ പ്ലേറ്റ്സുകൾ, വലിയ സൈസ് ഡിന്നർ സെറ്റ് ആണല്ലോ, അപ്പൊ പ്ലേറ്റുകളാണ്. അപ്പൊ ഇങ്ങനെ വലിയ പ്ലേറ്റ്സ് ആണ്, വൈറ്റ് കളറാണ് ആക്ച്വലി. അതിന്റെ ഒരു 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനുള്ളിൽ എടുക്കുന്നില്ല, വലുതല്ലേ, എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മൊത്തം പ്ലേറ്റ്സ് ആണ്. നമുക്ക് അടുത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഡിന്നർ സെറ്റിന്റെ അകത്ത് പിന്നെ വരുന്നത് ബൗൾസ് ആണ് കേട്ടോ. കണ്ടില്ലേ, വലിയ 4 ബൗൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തിനകത്ത് കണ്ടത് മൊത്തത്തിൽ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ ബൗളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരെണ്ണം, അപ്പൊ നമ്മുടെ അടുത്ത ബാഗില്, അടുത്ത ബോക്സിൽ വരുന്നതും പ്ലേറ്റ്സുകളാണ്. ഇതിനകത്ത് ചെറുതും ഉണ്ട് വലുതുണ്ട്. വലിയ പ്ലേറ്റ് ആണ് കേട്ടോ, വലിയ പ്ലേറ്റും ഉണ്ട്, ചെറിയ പ്ലേറ്റ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 6 വലിയ പ്ലേറ്റും 6 ചെറിയ പ്ലേറ്റ്സും പിന്നെ ബൗൾസ് എല്ലാം കൂടിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിന്നർ സെറ്റ് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ അവർക്ക് എന്തായാലും വേണ്ട. അപ്പൊ നമ്മൾ വെറുതെ പൈസ കളഞ്ഞെന്ന് തന്നെ പറയാം. വെറുതെ പൈസ കളഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഉപകാരപ്പെടും, പക്ഷെ എന്നാലും നമുക്കൊരു എന്താ പറയാ, ഇൻസൾട്ട് എന്നൊക്കെ പറയാം. ഇതുണ്ടല്ലേ, കാർഡൊക്കെ മേടിച്ചത്, കാർഡൊന്നും വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് തീർക്കില്ല. എന്തായാലും പോട്ടെ, ഒരബദ്ധം പറ്റൂല എല്ലാവർക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്, അത്രേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു ഗിഫ്റ്റിനോടൊപ്പം തന്നെ നമ്മൾ 2 ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാനാണ് വേണ്ടിയിട്ട്. അപ്പം അതും നമ്മൾക്ക് എന്താ പറയാ, മണി ഒരു ഇതായി. പക്ഷെ എന്നാലും ചോക്ലേറ്റ് അല്ല, അപ്പൊ എനിക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് നാട്ടിൽ കൊണ്ടുപോകാം. അപ്പൊ എല്ലാം ഒരു ബിഗ് ലോസ് ആയിരുന്നു. സോ ഇറ്റ്സ് ഓക്കെ ലൈക്ക്. ബട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ മേടിക്കുന്ന ഉറപ്പണെങ്കിൽ മാത്രമേ മേടിക്കത്തുള്ളൂ. നമ്മുടെ പൈസ വെറുതെ ഇതാവും. നമ്മൾ വാല്യൂ ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ അങ്ങനെയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കുകയേ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ സച്ച് എന്റെ ഒരു ഐഡിയ ആയിരുന്നില്ല ഇത്, പക്ഷെ വെറുതെ ആ പൈസ കൊണ്ട് കളഞ്ഞു. എനിവേ, നോ മോർ ഗിഫ്റ്റ് കൊടുക്കുകയേ വേണ്ട ഇനി ആർക്കൊരു ഗിഫ്റ്റ്.